എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ല കേട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലേ, സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെ മൊയിലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്തത്? ഔലിയാക്കളുടെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളുടെ പേരിൽ പള്ളികളുണ്ട്, സ്വഹാബത്തിന്റെ പേരിലുണ്ട്. അല്ല, ഈ കാട്ടുവളപ്പിൽ നൗസാദിന്റെ സംഭവം എന്താ പറ്റിയേ? മാനസിക രോഗമായി മാറിക്കണോ? ആലിമീങ്ങളെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് പരിഹസിച്ച് ചങ്ങായിക്ക് ശരിക്കും തലക്ക് വെളിവില്ലാന്ന് തോന്നുന്നു. ആലിമീങ്ങൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് നമ്മുടെ ആലിമീങ്ങളൊക്കെ പറയലുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കാണ്, എന്ത് വിറാസത്താ നിങ്ങൾക്കുള്ളത്? വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ പേരിൽ സൂറത്തുണ്ടോ? വിശുദ്ധ ഖുർആനിലെ പേരിൽ സൂറത്തുണ്ടെങ്കിൽ അവരെ അനന്തരാവകാശികളാവുള്ളൂ. എവിടുന്നാ ഇപ്പൊ നീച്ചു വരണേ? അങ്ങനെയാണെങ്കിൽ ഈ കോമാണ്ടി, ബീരാണ്ടി, സുലൈമാണ്ടി ഇവരൊന്നും ഇപ്പം എൻ്റെ ഭാഷയിൽ അനന്തരാവകാശികളല്ലേ? അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് കോമാണ്ടിയും ബീരാണ്ടി സുലൈമാണ്ടി എന്നാണല്ലോ കാട്ടുവളപ്പിൽ മൊയന്തേജ് പറയലുള്ളത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഖുർആനിൽ കണ്ടുക്കണോ സൂറത്ത് കോമാണ്ടി, അല്ലെങ്കിൽ സൂറത്ത് ബീരാണ്ടി, അല്ലെങ്കിൽ സൂറത്ത് സുലൈമാണ്ടി എന്നാരും കണ്ടുക്കണോ? അങ്ങനെ സൂറത്തില്ലാത്തത് കൊണ്ട് കാട്ടുവളപ്പിൽ മൊയന്തിന്റെ അഭിപ്രായ പ്രകാരം ആരാകൂല്ല, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകൂല്ല എന്ന് എവിടുന്ന് പഠിച്ചതാടോ ചെയ്? ഏത് ചെയ്താനാണ് പറ്റിക്കണേ? ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരുണ്ടെങ്കിൽ അവരെ ഉലമാ അനന്തരാവകാശികളാവുള്ളൂ. എവിടുന്നാ പഠിച്ചേ?